ഹലോ ഫ്രണ്ട്സ്, ഇത് ഓർഗാനിക് കെമിസ്ട്രിയുടെ സെക്കൻഡ് പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ ആദ്യത്തെ ഓർഗാനിക് കോമ്പൗണ്ട് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ഹിസ്റ്ററിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർബൺ ആറ്റത്തിനെ കുറിച്ചാണ്. കാർബൺ ആറ്റം എന്ന് പറയുന്നത് 14ാമത് ഗ്രൂപ്പ് എലമെന്റ് ആണ്. 14th ഗ്രൂപ്പ് എലമെന്റ് ആണ് ആര് എന്ന് പറയുന്നത്? കാർബൺ. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ആകെ മൊത്തം 18 ഗ്രൂപ്പും 7 പീരിയഡും ഉണ്ട്. എന്താണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല്? പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് കുറെ കോളം കാണുന്നില്ലേ, വെർട്ടിക്കലായിട്ട് കുറെ കോളം, അതിനെ വിളിച്ച പേരാണ് ഗ്രൂപ്പ്. അങ്ങനെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ്. ഇനി പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് 7 പീരിയഡുകളുണ്ട്. 18 ഗ്രൂപ്പും 7 പീരിയഡുകളുമായി ടോട്ടൽ 118 എലമെന്റുകളുണ്ട്. അതില് 14ാമത്തെ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആണ് ആര് എന്ന് പറയുന്നത്? കാർബൺ. അപ്പോ നിങ്ങൾക്ക് തോന്നും കുറെ എലമെന്റ്സ് അല്ലേ, 118 അല്ലേ, അതിൽ കാർബണെ കുറിച്ച് പറയാൻ മാത്രം എന്താ? കാർബൺ കൊമ്പുണ്ടോന്ന് അല്ലേ? കാർബൺ കൊമ്പുണ്ട്. കാരണം എന്താ? കാർബൺ എന്ന് പറയുന്ന ആള് കിങ് ഓഫ് എലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? കിങ് ഓഫ് എലമെന്റ്. എന്തിനാണ് കിങ് ഓഫ് എലമെന്റ് എന്ന് പറയുന്നത്? കാരണം പീരിയോഡിക് ടേബിൾ 118 എലമെന്റുകൾ എല്ലാവരും കൂടി ചേർന്ന് കണ്ട് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകൾ 5 ലക്ഷമാണെന്ന് വിചാരിച്ചു. 5 ലക്ഷം. എന്നാൽ കാർബൺ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് വരും? അതിനേക്കാൾ വരും, 10 ലക്ഷത്തിന്റെ മുകളിൽ വരും. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ മൊത്തം എലമെന്റ് കമഴ്ന്ന് കടന്നുണ്ടാക്കിയാലും ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ എലമെന്റ്സിനെ ആരുണ്ടാക്കും? കാർബൺ ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ മോളിക്യൂൾസിനെ, ഏറ്റവും കൂടുതൽ കോമ്പൗണ്ടുകളെ ഉണ്ടാക്കുന്ന എലമെന്റ് ആരാ? കാർബൺ ആണ്. ബാക്കിയുള്ളവർ ഉണ്ടാക്കുന്നതിനേക്കാൾ, എല്ലാവരും കൂടി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ആരൊറ്റയ്ക്ക് ഉണ്ടാക്കും? കാർബൺ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ കാർബൺ അത്രത്തോനെ 10 ലക്ഷത്തിന്റെ മുകളിൽ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ആ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു കെമിസ്ട്രിയിൽ ഒരു ബ്രാഞ്ച് തന്നെ തുടങ്ങേണ്ടി വന്നു. ആ ബ്രാഞ്ചാണ് എന്ത്? ഓർഗാനിക് കെമിസ്ട്രി. മനസ്സിലായോ? അപ്പോ അതിന് മാത്രം കാർബണിന് എന്ത് കൊമ്പാണ് ഏറുള്ളത് നോക്കാം നമുക്ക്. കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. നമുക്കറിയാം അറ്റോമിക് നമ്പർ 6 എന്ന് പറഞ്ഞാൽ, അറ്റോമിക് നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ അതിന്റെ എന്തും നമുക്ക് അറിയാൻ പറ്റും. നമ്പർ ഓഫ് ഇലക്ട്രോൺസിലെ ഒരാളുടെ അറ്റോമിക് നമ്പർ 6 ആണെങ്കിൽ അയാളുടെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 6 ഇലക്ട്രോൺ ഉണ്ടാവും. ഒരാളുടെ അറ്റോമിക് നമ്പർ 10 ആണെങ്കിൽ അയാളുടെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 10 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് തന്നെ കാർബണിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോണുകളുണ്ട്. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ്, ഒരു ആറ്റത്തിനകത്ത്, ആറ്റത്തിന്റെ നടുഭാഗത്ത് ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ആറ്റത്തിന്റെ നടുവിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ടാവും? പ്രോട്ടോൺ ഉണ്ടാവും, ന്യൂട്രോൺ ഉണ്ടാവും. ഈ ന്യൂക്ലിയസിന്റെ പുറത്ത് ആരുണ്ട്? ഷെല്ലുകളുണ്ട്. ഒന്നാമത്തെ ഷെല്ലിനെ ഞാൻ എന്ത് വിളിച്ചു? കേത്ത് ഷെൽ. ഒന്നാമത്തെ ഷെല്ലാണ് ആര്? കെ. എന്ന് വെച്ചാൽ ആറ്റത്തിന്റെ നടുവിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിലാണ് ആരുണ്ടാവുക? പ്രോട്ടോണും ന്യൂട്രോണും. അപ്പോ ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ആൾക്കാരാണ് ആര്? ഷെല്ല്. ഈ ഷെല്ലിലാണ് ആരുണ്ടാവുക? ഇലക്ട്രോൺ. ഷെല്ലിലാണ് ഇലക്ട്രോൺ ഉണ്ടാവുക. ഇലക്ട്രോൺ അവിടെ ഉണ്ടാവുക ഷെല്ലില്. ഏതൊക്കെയാ ഷെല്ല്? ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഷെല്ല് കേത്ത് ഷെൽ. അതിനുശേഷമുള്ള ഷെല്ല് ഏതാണ്? എൽത്ത് ഷെൽ. അതിനുശേഷമുള്ള ഷെല്ല് ഏതാണ്? അപ്പൊ കേത്ത് ഷെൽ, എൽത്ത് ഷെൽ, എംത്ത് ഷെൽ, എൻത്ത് ഷെൽ, അങ്ങനെ പോകും അല്ലേ? അപ്പൊ ഒരു ആറ്റത്തിന്റെ നടുവില് ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാവും. പക്ഷെ ഇലക്ട്രോൺ എവിടെ ഉണ്ടാവുക? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ പുറത്ത് ഷെല്ല് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും. ഏതൊക്കെ ഷെല്ല്? കെ, എൽ, എം, എൻ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ? ആ ഷെല്ലിലാണ് ആരുണ്ടാവുക? ഇലക്ട്രോൺ ഉണ്ടാവുക. കേത്ത് ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 ഇലക്ട്രോൺ കൊള്ളും. എൽത്ത് ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ കൊള്ളും? 8 ഇലക്ട്രോൺ കൊള്ളും. എംത്ത് ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ കൊള്ളും? 18 ഇലക്ട്രോൺ കൊള്ളും. ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചോ, 2n² അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കാർബണിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ. 6 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? കേത്ത് ഷെല്ലിലേക്ക് പോകും. പിന്നെ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ എൽത്ത് ഷെല്ലിലേക്ക് പോകും. അപ്പൊ പറ, കാർബണിന്റെ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരിക? കാർബണിന്റെ കയ്യിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ആ 6 ഇലക്ട്രോണിൽ 2 എണ്ണം കേത്ത് ഷെല്ലിൽ പോകും. ബാക്കി 4 എണ്ണം എങ്ങോട്ടേക്ക് പോകും? എൽത്ത് ഷെല്ലിലേക്ക് പോകും. ഇപ്പോ കാർബണിന്റെ അവസാനത്തെ ഇലക്ട്രോൺ വന്നു നിന്നത് എവിടെയാണ്? എൽത്ത് ഷെല്ലിലല്ലേ? അതുകൊണ്ട് തന്നെ കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ ഉണ്ട്. ഇനി ശ്രദ്ധിക്കാം, ഒക്ടറ്റ് റൂൾ എന്താണ് പറഞ്ഞത്? ഒക്ടറ്റ് റൂൾ പറഞ്ഞത്
ഒരു ആറ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ, ഒരു ആറ്റത്തിന് സ്ഥിരത കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന്റെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം? 8 ഇലക്ട്രോൺസ് വേണം. ഒരാള് സ്റ്റേബിൾ ആവണമെങ്കിൽ അവസാനത്തെ ഇലക്ട്രോണിൽ അല്ലെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം? 8 എണ്ണം വേണം. 8 എണ്ണം ഇല്ലാത്തല്ലോ, സ്റ്റെബിലിറ്റി ഇല്ലാത്ത, സ്ഥിരത ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ കാർബൺ എന്ന് പറയുന്നത് സ്ഥിരത ഉള്ള ആളാണോ സ്ഥിരത ഇല്ലാത്ത ആളാണോ? സ്ഥിരത ഉള്ള ആൾക്കാർ, നോർമൽ കണ്ടീഷനിൽ സ്ഥിരത ഉള്ള ആൾക്കാർ ആര് മാത്ര? 18ാമത്തെ ഗ്രൂപ്പിലെ നോബിൾ ഗ്യാസുകൾ മാത്ര. നമുക്കറിയാം കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉള്ളത്. സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? അൺസ്റ്റേബിൾ അല്ലേ? സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 8 ഇലക്ട്രോൺ. ഒക്ടറ്റ് റൂൾ പറഞ്ഞത് അതല്ലേ? ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ എന്ത് ചെയ്യുള്ളൂ? സ്റ്റേബിൾ ആവുള്ളൂ. ഇയാൾ സ്റ്റേബിൾ ആണോ? അല്ല, അയാളുടെ കയ്യിൽ 4 ഉള്ളൂ. അപ്പൊ അയാൾ സ്റ്റേബിൾ ആവണമെങ്കിൽ ഇനി എത്ര ഇലക്ട്രോണും കൂടെ വേണം? 4 ഇലക്ട്രോണും കൂടെ വേണം. എവിടുന്ന് കിട്ടും? ആ 4 ഇലക്ട്രോണെ കിട്ടാൻ വേണ്ടിയിട്ട് കാർബൺ എന്തുണ്ടാക്കും? കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കും. കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കും. ഏത് കെമിക്കൽ ബോണ്ടാണ് കാർബൺ ഉണ്ടാക്കുക? അയോണിക് ബോണ്ടും ഉണ്ട്, കോവാലന്റ് ബോണ്ടും ഉണ്ട്. കാർബൺ ഉണ്ടാക്കുന്നത് കോവാലന്റ് ബോണ്ടാണ്. കാർബൺ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആവില്ല. സ്റ്റേബിൾ ആവണമെങ്കിൽ 8 ഇലക്ട്രോൺ വേണം. ആ 8 ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ കാർബണ് 4 ഇലക്ട്രോൺ എവിടുന്നെങ്കിലും കിട്ടണം. ഓക്കെ, ആ 4 ഇലക്ട്രോൺ കിട്ടണം എന്നുണ്ടെങ്കിൽ കാർബൺ കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കണം. ഏത് കെമിക്കൽ ബോണ്ട്? കോവാലന്റ് ബോണ്ട്. അപ്പൊ കാർബൺ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കുന്നത് എന്തിനാ? കാർബണ് സ്റ്റെബിലിറ്റി കിട്ടാൻ. അപ്പൊ മാത്രമേ കാർബണ് 8 ഇലക്ട്രോൺ ആവുള്ളൂ. എന്താണ് കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ? നോക്കാം. കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ആറ്റങ്ങൾ പരസ്പരം ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നതിനെയാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. നോക്കാം. കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ. ഞാൻ ഇവിടെ ഇതാണ് 4 ഇലക്ട്രോൺ. ഓക്കെ, കാർബൺ സ്റ്റേബിൾ അല്ലല്ലോ. സ്റ്റേബിൾ ആണെങ്കിൽ എന്ത് വേണം? കെമിക്കൽ ബോണ്ട്. ഏത് കെമിക്കൽ ബോണ്ട്? കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കണം. ഓക്കെ, ആ റേറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 1 ഇലക്ട്രോൺ. ആ 1 ഇലക്ട്രോൺ ഏത് ഷെല്ലിലേക്കാണ് പോകുന്നത്? കേത്ത് ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 ഇലക്ട്രോൺ. എന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ കയ്യിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. 1 ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഹൈഡ്രജൻ സ്റ്റേബിൾ ആവുക. അപ്പൊ ഹൈഡ്രജന്റെ കേത്ത് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. കേത്ത് ഷെൽ ഫില്ല് ആവുമ്പോഴാണ്, നിറയുമ്പോഴാണ് ഹൈഡ്രജൻ അല്ലേ? നിങ്ങൾക്ക് ഫുഡ് തരുമ്പോൾ നിങ്ങൾ വള്ളം നിറയുമ്പോഴല്ലേ എനിക്ക് ഹാപ്പി ആവുള്ളൂ. അപ്പൊ കേത്ത് ഷെല്ലിൽ 2 ഇലക്ട്രോൺ വരുമ്പോഴാണ് ഹൈഡ്രജൻ ഹാപ്പി ആവുക. ഹൈഡ്രജന് 2 ഇലക്ട്രോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഹൈഡ്രജന്റെ കയ്യിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ഇനി എത്ര ഇലക്ട്രോണും കൂടെ കിട്ടണം? 1 ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ മാത്രമേ ഹൈഡ്രജൻ സ്റ്റേബിൾ ആവുള്ളൂ. ആ സമയത്താണ് ഹൈഡ്രജൻ വന്നിട്ട് കാർബണോട് ചോദിക്കുന്നത്, എനിക്കൊരു ഇലക്ട്രോൺ തരുമോ എന്ന്. അപ്പൊ കാർബൺ പറയും, ഓക്കെ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, നിന്റെ ഇലക്ട്രോൺ എനിക്കും കൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ തരാമെന്ന്. അപ്പോ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജന്റെ കയ്യിലുള്ള ഇലക്ട്രോൺ ആർക്ക് ഷെയർ ചെയ്യും? കാർബണ് ഷെയർ ചെയ്യും. അപ്പൊ കാർബൺ എന്ത് ചെയ്യും? കാർബണിന്റെ കയ്യിലുള്ള ഇലക്ട്രോൺ ആർക്കും ഷെയർ ചെയ്യും? ഹൈഡ്രജനും ഷെയർ ചെയ്യും. ഇപ്പോ നമുക്കൊരു കോവാലന്റ് ബോണ്ട് കിട്ടി. എങ്ങനെ കോവാലന്റ് ബോണ്ട് ഉണ്ടായത്? കാർബൺ തന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഇല്ലേനോ, അതിൽ 1 ഇലക്ട്രോണെ ആർക്ക് ഷെയർ ചെയ്തു? ഹൈഡ്രജന് ഷെയർ ചെയ്തു. ഹൈഡ്രജൻ തന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടായിരുന്ന 1 ഇലക്ട്രോണിലെ അത് കാർബണും ഷെയർ ചെയ്തു. നിങ്ങൾ വിചാരിക്കണ്ടാവും, എന്തിനാ പോലും കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കുന്നത്? ഒക്ടറ്റ് കിട്ടാനല്ലേ? ഇപ്പൊ ഉള്ള ഇലക്ട്രോൺ ഷെയർ ചെയ്ത് എന്താ ലാഭമുള്ളത്? നോക്കിക്കോ. അതായത് 10 ലക്ഷം റുപ്യന്റെ ഒരു ബിസിനസ് ഉണ്ട്. ഓക്കെ, എ എന്ന് പറഞ്ഞൊരു കാക്കിയുണ്ട്, ബി എന്ന് പറഞ്ഞ കാക്കിയുണ്ട്. 2 ആൾക്കാരെ കയ്യിലും എന്തില്ല? 10 ലക്ഷം റുപ്യ ഇല്ല. ആ സമയത്താണ് എ എന്ന് പറഞ്ഞ കാക്ക എന്ത് ചെയ്തു? 5 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോ ബി എന്ന് പറഞ്ഞ കാക്ക 5 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ബിസിനസ് നടക്കൂലേ? 10 ലക്ഷം റുപ്യ വേണം. രണ്ടും എ ആണോ കൊടുത്തത്? അല്ല, 10 ലക്ഷം റുപ്യ, അതിന് 5 ലക്ഷം റുപ്യ എയും, ബി എന്ത് ചെയ്തു? 5 ലക്ഷം. അപ്പൊ പരസ്പരം അവരെന്ത് ചെയ്തു? പൈസ ഷെയർ ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ലേ എന്ന് പറയണ പോലെ കാർബൺ എന്ത് ചെയ്തു? തന്റെ കയ്യിലുള്ള 1 ഇലക്ട്രോൺ ആർക്ക് ഷെയർ ചെയ്തു? ഹൈഡ്രജന്. ഹൈഡ്രജൻ തന്റെ കയ്യിലുള്ള ഇലക്ട്രോൺ ആർക്ക് ഷെയർ ചെയ്തു? കാർബൺ ഷെയർ ചെയ്തു. ഇപ്പോ ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടായി. അപ്പൊ കോവാലന്റ് ബോണ്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. മനസ്സിലാക്കുക, ഒരു കോവാലന്റ് ബോണ്ടിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഈ 2 ഇലക്ട്രോൺ ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്? ആരൊക്കെ തമ്മിലാണോ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കുന്നത് അവർക്ക് 2 പേർക്കും ആ 2 ഇലക്ട്രോണിൽ അവകാശം ഉണ്ടാവും. എന്ന് വെച്ചാൽ എയും ബിയും തമ്മിൽ കോവാലന്റ് ബോണ്ട് ഉണ്ട്. അപ്പോ ഈ കോവാലന്റ് ബോണ്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോൺ ഉണ്ടാവും. ആ 2 ഇലക്ട്രോണും എക്കും സ്വന്തമാണ്, ബിക്കും സ്വന്തമാണ്. എന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ അവസാന ഷെല്ലിൽ 1 ഇലക്ട്രോൺ, കാർബൺ 1 ഇലക്ട്രോൺ ഷെയർ ചെയ്തു. അപ്പോ ഹൈഡ്രജന്
എത്ര ഇലക്ട്രോൺ ആയി? ഓൾറെഡി അയാളുടെ കയ്യിലുള്ള ഒരു ഇലക്ട്രോൺ, പിന്നെ കാർബൺ കൊടുത്ത ഇലക്ട്രോൺ, ഇപ്പൊ ഹൈഡ്രജന്റെ കയ്യിൽ 2 ഇലക്ട്രോൺ ഉള്ള പോലായി. ഹൈഡ്രജൻ സ്റ്റേബിൾ ആയി. ഓക്കെ, ഇനി കാർബണിന്റെ അവസ്ഥ നോക്കുക. കാർബണിന്റെ കയ്യിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. അതിലേക്ക് ഹൈഡ്രജൻ ഒന്ന് ഷെയർ ചെയ്തു. ഇപ്പൊ കാർബണിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ആയി? ഓൾറെഡി 4 എണ്ണം. ഇപ്പൊ ഹൈഡ്രജൻ ഒന്ന് കൊടുത്തപ്പോൾ അത് എത്രയായി? 5 ഇലക്ട്രോൺ ആയി. ഇനി എത്ര വേണം? 3 എണ്ണം കൂടെ വേണം. ഇപ്പുറത്ത് ആര് വരും? മറ്റൊരു ഹൈഡ്രജൻ വരും. ഇതുപോലെ ഹൈഡ്രജൻ തന്റെ ഇലക്ട്രോൺ ആർക്ക് ഷെയർ ചെയ്യും? കാർബൺ ഷെയർ ചെയ്യും. അപ്പൊ കാർബൺ എന്ത് ചെയ്യും? തന്റെ ഇലക്ട്രോൺ ആർക്ക് ഷെയർ ചെയ്യും? തിരിച്ചു ഷെയർ ചെയ്യും. അങ്ങനെ ഹൈഡ്രജൻ എത്ര കാർബണുകളുമായിട്ട് ഹൈഡ്രജനുമായിട്ട് അറ്റാച്ച് ചെയ്യും? 4 ഹൈഡ്രജനുമായിട്ട് അറ്റാച്ച് ചെയ്യും. ശ്രദ്ധിക്കുക, ഒരു കാർബൺ എത്ര ഹൈഡ്രജനുമായിട്ട് അറ്റാച്ച് ചെയ്തു? 4 ഹൈഡ്രജനുമായിട്ട് അറ്റാച്ച് ചെയ്തു. ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ കൊടുത്തു, മറ്റൊരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ കൊടുത്തു. അപ്പോ അങ്ങനെ ടോട്ടൽ എത്ര ഇലക്ട്രോൺ കിട്ടി? ഹൈഡ്രജൻ സ്റ്റേബിൾ ആണോ? ഈ ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ, ഇയാൾ സ്റ്റേബിൾ ആയി. ഈ ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ കിട്ടി, അയാൾ സ്റ്റേബിൾ ആയി. ഈ ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ കിട്ടി, അയാൾ സ്റ്റേബിൾ ആയി. കാർബണിന്റെ അവസ്ഥ എന്താ? യെസ്, കാർബൺ ഓൾറെഡി അയാളുടെ കയ്യിൽ 4 ഉണ്ട്. ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ കൊടുത്തു, 5 എണ്ണായി. ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ കൊടുത്തു, 6 എണ്ണായി. ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ കൊടുത്തു, 7 എണ്ണായി. ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ കൊടുത്തു, 8 എണ്ണമായി. അങ്ങനെയാണെങ്കിൽ കാർബണിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയി? 8 ഇലക്ട്രോൺ ആയി. അപ്പൊ കാർബൺ സ്റ്റേബിൾ ആയോ അൺസ്റ്റേബിൾ ആയോ? സ്റ്റേബിൾ ആയി. കാരണം എന്താണ്? കാർബൺ 4 ഹൈഡ്രജനുമായിട്ട് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള 8 ഇലക്ട്രോൺ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്തു. ഇവിടെ എനിക്ക് പറയാൻ പറ്റും കാർബൺ ഒരു ടെട്രാ വാലന്റ് ആണെന്നുള്ളത്. എന്താ ടെട്രാ വാലന്റ് എന്ന് പറഞ്ഞാൽ? കാർബണ് 4 കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ 4 ബോണ്ട് അറ്റ് എ ടൈം ഉണ്ടാക്കാൻ പറ്റും. നോക്കാം. കാർബൺ, ഒരു ഹൈഡ്രജൻ, മറ്റൊരു ഹൈഡ്രജൻ, മറ്റൊരു ഹൈഡ്രജൻ, മറ്റൊരു ഹൈഡ്രജൻ, 4 ബോണ്ട്. ഈ കോമ്പൗണ്ടിനെ വിളിച്ച പേരാണ് CH4 മീഥെയ്ൻ. ഓക്കെ, അപ്പൊ മീഥെയ്ൻ എന്ന് പറയുന്നത് സ്റ്റേബിളാ, എന്നാൽ കാർബൺ എന്ന് പറയുന്നത് അൺസ്റ്റേബിളാ. എങ്ങനെ മീഥെയ്ൻ സ്റ്റേബിൾ ആയത്? യെസ്, ഒരു ബോണ്ടിൽ എത്ര ഇലക്ട്രോണാ? 2 ഇലക്ട്രോൺ. മറ്റൊരു ബോണ്ട് ഉണ്ടല്ലേ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ. ഞാൻ നിങ്ങളോട് പറഞ്ഞു കാർബണും ഹൈഡ്രജനും എങ്ങനെയാണ് ബോണ്ട് ചെയ്തിട്ടുള്ളത്? കോവാലന്റ് ബോണ്ടാ. കോവാലന്റ് ബോണ്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഈ 2 ഇലക്ട്രോൺ ആർക്ക് അവകാശപ്പെട്ടതാ? കാർബണും അവകാശപ്പെട്ടതാ, ഹൈഡ്രജനും അവകാശപ്പെട്ടതാ. ഇവിടെ 2 ഇലക്ട്രോൺ ഇല്ലേ? അത് കാർബൺ അവകാശപ്പെട്ടതല്ലേ? ഇവിടെ 2 ഇലക്ട്രോൺ ഇല്ലേ? അത് കാർബൺ അവകാശപ്പെട്ടതല്ലേ? ഇവിടെ 2 ഇലക്ട്രോൺ ഇല്ലേ? അത് കാർബൺ അവകാശപ്പെട്ടതല്ലേ? ഇവിടെ 2 ഇലക്ട്രോൺ ഇല്ലേ? കാർബൺ അവകാശപ്പെട്ടതല്ലേ? അപ്പൊ മൊത്തം കാർബൺ എത്ര ഇലക്ട്രോൺ കിട്ടി? 8 ഇലക്ട്രോൺ. മനസ്സിലായോ? അപ്പൊ കാർബൺ എന്തായി? സ്റ്റേബിൾ ആയി മാറി. ക്ലിയർ ആണോ? ഓക്കെ, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കാർബൺ കിങ് ഓഫ് എലമെന്റ് ആണ്. അതിന്റെ ഒന്നാമത്തെ റീസൺ ആണ് എന്ത്? കാർബൺ ഒരു ടെട്രാ വാലന്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ റീസണിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ റീസൺ എന്താണ്? കാർബൺ വെർസറ്റൈൽ ബോണ്ടിങ് കാണിക്കുന്നു. എന്ന് വെച്ചാൽ നേരത്തെ കാർബൺ ഹൈഡ്രജനുമായിട്ട് എത്ര ബോണ്ടാണ് ഉണ്ടാക്കിയത്? കാർബണും ഹൈഡ്രജനും ഇടയിൽ ഒരൊറ്റ ബോണ്ടല്ലേ ഉള്ളൂ. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ കൊടുക്കുന്നു, കാർബൺ ഒരു ഇലക്ട്രോൺ കൊടുക്കുന്നു, ഒരൊറ്റ ബോണ്ടല്ലേ ഉള്ളൂ. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ കാർബണും ഓക്സിജനും തമ്മിൽ എന്താണ് ഉണ്ടാക്കുന്നത്? 2 ബോണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാണ് കാർബണും ഓക്സിജനും തമ്മിൽ കാർബൺ ഡൈ ഓക്സൈഡിൽ 2 ബോണ്ട് ഉണ്ടാക്കുന്നത്? ശ്രദ്ധിക്കുക, നമുക്കറിയാം ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണെങ്കിൽ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? അറ്റോമിക് നമ്പർ 8 ആണെങ്കിൽ 8 പ്രോട്ടോൺ 8 ഇലക്ട്രോൺ. അപ്പോ ഓക്സിജന്റെ കയ്യിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവും. ഈ 8 ഇലക്ട്രോൺ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? യെസ്, 2 ഇലക്ട്രോൺ kth ഷെല്ലിൽ പോകും, ബാക്കി 6 ഇലക്ട്രോൺ lth ഷെല്ലിൽ പോകും. ഒക്ടറ്റ് റൂൾ എന്താ പറഞ്ഞത്? അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിലാണ് അയാൾ സ്റ്റേബിൾ ആവുക. ഇപ്പൊ ഓക്സിജൻ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? സ്റ്റേബിൾ അല്ലല്ലോ. 8 ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. അപ്പൊ ഓക്സിജന് എത്ര ഇലക്ട്രോണും കൂടെ വേണം? 2 ഇലക്ട്രോണും കൂടെ വേണം. ഓക്കെ, ഓക്സിജൻ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോണും കൂടെ വേണം. ഓക്സിജന്റെ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? യെസ്, ഓക്സിജന്റെ ലാസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ശ്രദ്ധിക്കുക, ഓക്സിജന് 2 ഇലക്ട്രോൺ വേണ്ടേ? അപ്പൊ ഓക്സിജൻ കാർബണിന്റെ അടുത്ത് പോയി കൊണ്ട് പറയാണ്, ഹലോ മിസ്റ്റർ, എനിക്ക് 2 ഇലക്ട്രോൺ തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ കാർബൺ പറഞ്ഞു, എന്റെ കയ്യിൽ 4 ഇലക്ട്രോണേ ഉള്ളൂ, ഇനി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിൽ 2 ഇലക്ട്രോണായി മാറും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 2 ഇലക്ട്രോൺ എനിക്ക് ഷെയർ ചെയ്യും, എന്റെ കയ്യിലുള്ള 2 ഇലക്ട്രോൺ ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാന്ന് പറയും. അപ്പോ ഓക്സിജൻ അയാളുടെ കയ്യിലുള്ള 1 ഇലക്ട്രോൺ ഷെയർ ചെയ്തു, രണ്ടാമത്തെ ഇലക്ട്രോൺ ഷെയർ ചെയ്തു. ആർക്കാ ഷെയർ ചെയ്ത്? കാർബൺ ഷെയർ ചെയ്തു. അപ്പൊ കാർബൺ കുറച്ച് നല്ല ആളായതുകൊണ്ട് തന്നെ ഓക്സിജൻ 1 ഇലക്ട്രോൺ ഷെയർ ചെയ്തു, മറ്റൊരു ഇലക്ട്രോൺ ഷെയർ ചെയ്തു. അപ്പൊ കാർബൺ എന്ത് ചെയ്തു? അയാളുടെ കയ്യിലുള്ള 4 ഇലക്ട്രോണിൽ ഒന്ന്
ഓക്സിജൻ ഷെയർ ചെയ്തു, രണ്ടാമത്തതും ഓക്സിജൻ ഷെയർ ചെയ്തു. അപ്പോ കാർബണും ഓക്സിജനും തമ്മിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്തു? 4 ഇലക്ട്രോൺ. 2 കാർബണും 2 ഓക്സിജനും അല്ലേ? അപ്പോ കാർബണും ഓക്സിജനും ഇടയിൽ 4 ഇലക്ട്രോൺ ഷെയർ ചെയ്തു. നമുക്കറിയാം ഒരു കോവാലന്റ് ബോണ്ടിൽ എത്ര ഇലക്ട്രോൺ മതി? 2 ഇലക്ട്രോൺ. ഇവർ എത്ര ഷെയർ ചെയ്തു? 4 ഇലക്ട്രോൺ. അപ്പൊ ഇവര് കാർബണും ഓക്സിജനും തമ്മിൽ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് എന്ന് പറയാം. ഡബിൾ ബോണ്ട് ആണ് ഇവിടുത്തെ കോവാലന്റ് ബോണ്ട്. നേരത്തെ ഇതേ കാർബൺ തന്നെയാണ് ഇവിടെ സിംഗിൾ ബോണ്ട് ഉണ്ടാക്കിയത്. നൗ അതേ കാർബൺ ഇവിടെ എത്ര ബോണ്ട് ഉണ്ടാക്കി? ഡബിൾ ബോണ്ട്. ഒരേ ആറ്റവുമായിട്ട് 2 ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് അല്ലേ? ഇനി വേറെ നോക്കാം. HCN എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട്. HCN നോക്കാം. HCN നമുക്കറിയാം കാർബണും ഹൈഡ്രജനും തമ്മിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും, പ്രശ്നമൊന്നുമില്ല. ഇനി നൈട്രജൻ ഉണ്ട്. കാർബൺ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാല് നൈട്രജനായിട്ട് 1 ബോണ്ടല്ല, 2 ബോണ്ടല്ല, 3 ബോണ്ട്. എന്ന് വെച്ചാൽ ആദ്യം കാർബൺ ഹൈഡ്രജനായിട്ട് സിംഗിൾ ബോണ്ട് ഉണ്ടാക്കി, ഇവിടെ ഓക്സിജനായിട്ട് ഡബിൾ ബോണ്ട് ഉണ്ടാക്കി, നൈട്രജനായിട്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കി. എന്ന് വെച്ചാൽ വെർസറ്റൈൽ ബോണ്ടിങ് എബിലിറ്റി ഫോർ കാർബൺ. ആദ്യത്തെ റീസൺ എന്താണ്? കിങ് ഓഫ് എലമെന്റ് ആവാനുള്ള ഒന്നാമത്തെ റീസൺ പറഞ്ഞത് കാർബൺ 4 ബോണ്ടുകൾ ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ്. വ്യത്യസ്ത എലമെന്റുകളുമായി 4 ബോണ്ട് ഉണ്ടാക്കും. നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടു. ഇനി കാർബൺ വെർസറ്റൈൽ ബോണ്ടിങ് നാച്ചർ കാണിക്കുന്നു. ഇവിടെ ഹൈഡ്രജനായിട്ട് സിംഗിൾ ബോണ്ട് ഉണ്ടാക്കി, ഒരു കാർബണും ഒരു ഹൈഡ്രജനും സിംഗിൾ ബോണ്ട്. ഇവിടെ കാർബണും ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ടാ, കാർബണും നൈട്രജനും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാ. ഇവിടെ നോക്ക്, കാർബണും ഹൈഡ്രജനും തമ്മിൽ സിംഗിൾ ബോണ്ടാ. എന്ന് വെച്ചാൽ പലതരം ബോണ്ടുകൾ, സിംഗിൾ ബോണ്ട് ഉണ്ടാക്കുന്നു, ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്നു, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കുന്നു. ഇതിനുള്ള കഴിവ് ആർക്കുണ്ട്? കാർബൺ ഉണ്ട്. അതുകൊണ്ടും എനിക്ക് പറയാൻ പറ്റും കാർബൺ കിങ് ഓഫ് എലമെന്റ്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് കാർബണും ഓക്സിജനും ഡബിൾ ബോണ്ട് ഉണ്ടാക്കി, എവിടെ തന്നെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കി അല്ലെ? നമുക്കറിയാം നൈട്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. 7. ഓക്കെ, 7 ആണ് അറ്റോമിക് നമ്പർ എന്നുണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും നൈട്രജന്റെ കയ്യിൽ? നൈട്രജന്റെ കയ്യിൽ 7 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലെ? എങ്ങനെയാണ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, kth ഷെല്ലിൽ 2 ഇലക്ട്രോൺ കൊടുക്കും. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ. സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? അൺസ്റ്റേബിൾ അല്ലേ? യെസ്. നൈട്രജൻ സ്റ്റേബിൾ ആവണമെങ്കിൽ നൈട്രജന് 3 ഇലക്ട്രോണും കൂടെ എവിടുന്നെങ്കിലും കിട്ടണം അല്ലേ? എവിടുന്ന് കിട്ടും? ഇപ്പൊ നൈട്രജൻ കാർബണോട് വന്നാണ് ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് ഒരു 3 ഇലക്ട്രോൺ തരാൻ പറ്റുമോ? അപ്പൊ കാർബൺ പറയാം, നടക്കൂല മോനെ, എന്റെ കയ്യിൽ ആകെ 4 ഒരു കാര്യം ചെയ്യും, 3 എനിക്ക് ഷെയർ ചെയ്യും, അപ്പൊ എന്റെ കയ്യിലുള്ള 3 ഞാൻ എനിക്കും ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പൊ കാർബൺ എന്ത് ചെയ്തു? കാർബൺ 1 ഇലക്ട്രോൺ ഷെയർ ചെയ്തു, മറ്റൊരു ഇലക്ട്രോൺ ഷെയർ ചെയ്തു, 1 ഇലക്ട്രോൺ ഷെയർ ചെയ്തു. കാർബണിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4. 3 ആർക്ക് ഷെയർ ചെയ്തു? നൈട്രജൻ. അപ്പൊ നൈട്രജൻ എന്ത് ചെയ്തു? അയാളുടെ കയ്യിലുള്ള 5 ഇലക്ട്രോണിൽ 1 ആർക്ക് ഷെയർ ചെയ്തു? കാർബൺ ഷെയർ ചെയ്തു, രണ്ടാമത്തെ ഷെയർ ചെയ്തു, മൂന്നാമത്തെ ഷെയർ ചെയ്തു. അപ്പൊ കാർബണ് എത്ര ഇലക്ട്രോൺ ഉണ്ടായിരുന്നു? 4 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. അപ്പോൾ 3 ആർക്ക് ഷെയർ ചെയ്തു? നൈട്രജൻ. അപ്പൊ നൈട്രജൻ എത്ര തിരിച്ചു കൊടുത്തു? നൈട്രജന് 3 തിരിച്ചു കൊടുത്തു. ഇപ്പൊ കാർബൺ വേണ്ട ഇലക്ട്രോണിൽ 6 ഇവിടെ ഓൾറെഡി അയാളുടെ കയ്യിലുള്ള 1 ഇലക്ട്രോൺ. അപ്പൊ ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ കൊടുത്തു. ഇപ്പൊ എത്രയായി? ഈ ബോണ്ടിൽ നിന്നും 2 ഇലക്ട്രോൺ കിട്ടി. ഒരു ബോണ്ടിൽ നിന്ന് 2 ഇലക്ട്രോൺ, മറ്റൊരു ബോണ്ടിൽ നിന്ന് 2 ഇലക്ട്രോൺ, മറ്റൊരു ബോണ്ടിൽ നിന്നും 2 ഇലക്ട്രോൺ. അങ്ങനെ 4 ബോണ്ടുകളിൽ നിന്നായി കാർബൺ വേണ്ട 8 ഇലക്ട്രോൺ കിട്ടിയോ? യെസ്. എന്ന് വെച്ചാൽ ഇവിടെ നൈട്രജനും കാർബണും മൊത്തം 6 ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നത്. ഒരു കോവാലന്റ് ബോണ്ടിന് എത്ര ഇലക്ട്രോൺ മതി? 2. 6 ഷെയർ ചെയ്യുമ്പോൾ എത്ര കോവാലന്റ് ബോണ്ട് ഉണ്ടാവും? 3 കോവാലന്റ് ബോണ്ട്. അതിനെ ട്രിപ്പിൾ ബോണ്ട് എന്ന് വിളിച്ചത്. മൂന്നാമത്തെ റീസൺ ആണ് കാർബൺ കാറ്റനേഷൻ പ്രോപ്പർട്ടി ഒരുപാട് കൂടുതലാണ്. എന്ത് പ്രോപ്പർട്ടി കൂടുതലാണ്? കാറ്റനേഷൻ പ്രോപ്പർട്ടി. എന്താണ് കാറ്റനേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ കാർബൺ മറ്റൊരു കാർബണായിട്ട് ലിങ്ക് ചെയ്യുക, കാർബൺ മറ്റൊരു കാർബണായിട്ട് ലിങ്ക് ചെയ്യുക. അങ്ങനെ ഒരു കാർബൺ രണ്ടാമത്തെ കാർബണായിട്ട് ലിങ്ക് ചെയ്തു, അങ്ങനെ മൂന്നാമത്തെ കാർബൺ, നാലാമത്തെ കാർബൺ ഒരു ട്രെയിനിന്റെ ബോഗി പോലെയൊക്കെ അല്ലെ എന്ത് ചെയ്തു? ഒന്നാമത്തെ ബോഗി, രണ്ടാമത്തെ ബോഗി, മൂന്നാമത്തെ ബോഗി, നാലാമത്തെ ബോഗി അല്ലെ. അപ്പൊ കാർബൺ എന്ത് ചെയ്യുന്നു? ഒരു കാർബൺ തന്നെ മാലയിലെ മുത്ത് പോലെ ഒരു കാർബൺ മറ്റൊരു കാർബണായിട്ട് ലിങ്ക് ചെയ്യും, ആ കാർബൺ മറ്റൊരു കാർബണായിട്ട് ലിങ്ക് ചെയ്യും, മറ്റൊരു കാർബണായിട്ട് ലിങ്ക് ചെയ്യും. അങ്ങനെ കാർബൺ എന്ത് ചെയ്യാം? കാർബൺ ഇങ്ങനെ പരസ്പരം ലിങ്ക് ചെയ്ത് വലിയൊരു ചെയിൻ ഉണ്ടാക്കാൻ കഴിയും. ഏകദേശം എത്രത്തോളം എന്ന് വെച്ചാൽ 1,00,000-ഓളം. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കാർബൺ അൺലിമിറ്റഡ് ആയിട്ട് അവർക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പരസ്പരം ലിങ്ക് ചെയ്ത് പോകാനുള്ള കഴിവിനെയാണ് കാറ്റനേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് വളരെ കൂടിയിട്ടുള്ള ആളാണ് ആര്? കാർബൺ എന്ന് പറയുന്നത്. കാർബണിന്റെ അത്ര കാറ്റനേഷൻ പ്രോപ്പർട്ടി ആർക്കും ഇല്ല. അതെന്തുകൊണ്ടാ? ഒന്നാമത്തെ കാരണം കാർബൺ ടെട്രാവാലൻസി ഉണ്ട്, അതൊന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ആറ്റത്തിന്റെ സൈസ്, കാർബൺ എന്ന് പറഞ്ഞ ആറ്റത്തിന്റെ സൈസ് വളരെ ചെറുതാണ്. ഓക്കെ, പിന്നെ ആറ്റത്തിന്റെ ഇലക്ട്രോൺ, കാർബൺ എന്ന് പറഞ്ഞ ആറ്റത്തിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പോ ശ്രദ്ധിക്കാം എന്തുകൊണ്ടാണ് കാർബൺ കിങ് ഓഫ് എലമെന്റ് ആയത്. റീസൺ എന്ന് പറയുന്നത് കാർബണ് എല്ലാ 118 ആറ്റങ്ങളുള്ളതിൽ
എല്ലാവരും കൂടി ഉണ്ടാക്കുന്ന കോമ്പൗണ്ടിനേക്കാൾ കൂടുതൽ കോമ്പൗണ്ട് ആരും ഒറ്റയ്ക്ക് ഉണ്ടാക്കും? കാർബൺ ഉണ്ടാക്കും. എന്തുകൊണ്ട് കാർബൺ അത് ഉണ്ടാക്കാൻ പറ്റുന്നു? ഒന്നാമത്തെ റീസൺ, കാർബൺ ടെട്രാ വാലൻസി. ഒരേ സമയം 4 വ്യത്യസ്ത ആറ്റങ്ങളുമായിട്ട് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നു. രണ്ടാമത്തെ റീസൺ, കാർബൺ വെർസറ്റൈൽ ബോണ്ടിങ് കാണിക്കുന്നു. എന്ന് വെച്ചാൽ ചില ആൾക്കാരോട് സിംഗിൾ ബോണ്ട്, ചില ആൾക്കാരോട് ഡബിൾ ബോണ്ട്, ചില ആൾക്കാരോട് ട്രിപ്പിൾ ബോണ്ട്. മൂന്നാമത്തെ റീസൺ, കാർബൺ എന്തുണ്ട്? സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി അഥവാ കാറ്റനേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. എത്രത്തോളം? 1,00,000. രണ്ടാം സ്ഥാനത്തുള്ള സിലിക്കണ് എത്ര ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ? സിലിക്കണ് 10 മുതൽ 20 വരെ ആൾക്കാരെ ഒരുമിച്ച് ലിങ്ക് ചെയ്യാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ സിലിക്കൺ, മറ്റൊരു സിലിക്കൺ, മറ്റൊരു സിലിക്കൺ, അങ്ങനെ പരമാവധി എത്ര? 10 to 20. ഇനി മറ്റൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്, നാലാമത്തെ പ്രോപ്പർട്ടി. കാർബൺ ബ്രാഞ്ച് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. കാർബണിന്റെ ചെയിൻ ഉണ്ടാവും പറഞ്ഞില്ലേ? ഒരു കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ, അങ്ങനെ അവർ പരസ്പരം ലിങ്ക് ചെയ്ത് കോവാലന്റ് ബോണ്ട് ഉണ്ട്. ഒരു കാർബൺ മറ്റൊരു കാർബണായിട്ട് കോവാലന്റ് ബോണ്ട്, ഈ കാർബൺ മറ്റൊരു കാർബണായിട്ട് കോവാലന്റ് ബോണ്ട്, അങ്ങനെ പരസ്പരം ലിങ്ക് ചെയ്ത് പോകുന്നു പറഞ്ഞില്ലേ? ഇവർക്ക് എന്തിനു കൂടി കഴിവുണ്ട്? ബ്രാഞ്ചുകൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു കാർബൺ മറ്റൊരു കാർബൺ, ഒരു കാർബൺ മറ്റൊരു കാർബൺ, ഒരു കാർബൺ മറ്റൊരു കാർബൺ, ഇങ്ങനെ നേരെ ചെയിൻ ആയിട്ട് മാത്രം പോവില്ല. എന്ത് ചെയ്യും? ഒരു മരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മരം ഇങ്ങനെ പോവില്ലേ? അതേ സമയത്ത് എന്ത് ചെയ്യും? അതിന് ബ്രാഞ്ച് ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ ഇതിന് ബ്രാഞ്ച് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കഴിവും കൂടി ഉള്ളതുകൊണ്ട് അതാണ് കിങ് ഓഫ് എലമെന്റ് ആയത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.